ചേട്ടാ. എന്താടാ? പട്ടിയുണ്ടോ? എന്തിന്? ഒരു കൊറിയർ ഉണ്ടായിരുന്നു. പട്ടിക്കും കൊറിയറാ? ആരുടെ അയച്ചത്? പട്ടിയെക്കാളും കഷ്ടമാണല്ലോ ഇയാള്. പറയടാ, ആരുടെ അയച്ചത്? അല്ല, അത് ഡോക്ടർക്കുള്ളതാ. ഡോക്ടറിന്റെ കൊറിയർ നീ എന്തിനു പട്ടിക്ക് കൊടുക്കുന്നത്? അതല്ല ഏട്ടാ, എനിക്ക് അകത്തോട്ട് വരാൻ ഇവിടെ കിടക്കുന്ന പട്ടി കടിക്കൂ? ഈ പട്ടി കടിക്കൂല. തൊട്ട് താഴെ ഒരു പട്ടി കിടപ്പുണ്ട്, അത് ഉഗ്രനായിട്ട് കടിക്കും. തുറന്നു കൊടുത്താ. അയ്യോ, അതിനല്ല, എനിക്ക് ഡോക്ടർക്ക് കൊറിയർ കൊടുക്കണം. ഡോക്ടർ ഉണ്ടല്ലോ. ഡോക്ടറെ നീ ഉണ്ണിക്കാൻ വന്നതാ അതാ കൊറിയർ കൊടുക്കാൻ വന്നതാ? കൊറിയർ കൊണ്ടുകൊട്. ചെല്ല്. ഇയാളെന്താ ചിമ്പാൻസിക്കുണ്ടായി? പട്ടിയുണ്ട് കേട്ടാ. ശരി. ദൈവമേ, അയാൾ ഇനി കടിക്കണ പട്ടി അഴിച്ചു വിടുവെന്തോ. മുഴുപ്രാന്തനാന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സുധി. കൊറിയർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ LC സെക്രട്ടറി പ്രഭാകരൻ സുധിയുടെ അളിയനല്ലേ? അതെ സർ, അങ്ങനെ ഒരു അപകടം പറ്റിപ്പോയി. എന്താ സർ ചോദിച്ചേ? ഒന്നുമില്ല. മിനിഞ്ഞാന്ന് 2-3 പേരെയും കൂട്ടി ഇവിടെ വന്നിരുന്നു. എന്തിനാ? പിരിവിനാ വന്നത്. പുള്ളിക്ക് പാർട്ടി പിരിവും തല്ലുകൊള്ളലോ മെയിൻ ഹോബി. സുധീന്ദ്രന് രാഷ്ട്രീയമൊന്നുമില്ലേ? അയ്യോ, കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടി നടക്കുന്ന എനിക്കെന്ത് രാഷ്ട്രീയം സാറേ? ഞാനും കൂടെ പണിമുടക്കാൻ നിന്നു കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയായി പോകും സാറേ. ഏതായാലും സുധീന്ദ്രൻ കഷ്ടപ്പെട്ടൊരു കുടുംബം നോക്കുന്നുണ്ടല്ലോ. അതേതൊരാണിന്റെ കടമയല്ലേ സാർ? ശരി സാർ. ശരി. ഇത് സുധിക്കുള്ള പണിയാണല്ലോ മായേ. ആരാത്? സുധി കുറെ പൈസ കടം മേടിച്ചിട്ടുള്ള ആളാ. സൂപ്പർ ഫാസ്റ്റ് കൊറിയർ സർവീസിലേക്ക് സ്വാഗതം. നമസ്കാരം. സുധി ഉണ്ടോ ഇവിടെ? അയ്യോ, സുധി ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. കാണാൻ കൊതിയാവുന്നു അല്ലേ? ആരാടാ അത്? അയ്യോ, മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? സുധി, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. 100 ആയുസ അല്ലേ? മുൻവശം മുൻപിലാണെങ്കിലും മുൻവശത്തെ വാതിൽ പുറകുവശത്താ. ആ വഴി വന്നായിരിക്കും. അവന്റെ മുൻവശത്തെ പാല് ഞാൻ പുറകുവശത്താക്കും. ചേട്ടൻ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. എടാ പുന്നാര മോനെ, നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? മുങ്ങി നടന്നതിനെ ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? ഞാൻ അങ്ങനെയൊന്നും പിന്നെ കരുതില്ല. നീ എന്നാ കോപ്പാടാ കരുതിയത്? എടാ, എന്നെ നീ വെറും കരുത് കേട്ടോ. എടാ, ഞാനിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് തരാനുള്ള 20 ലക്ഷം രൂപ അതിന് പലിശ വാങ്ങിച്ചോണ്ട് പോകത്തുള്ളൂ. എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ. കഷ്ടായി പോയല്ലോ. അപ്പൊ ഇനി എന്നാ ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിലോട്ട് വന്നൊന്ന് സൈൻ ചെയ്ത് തന്നേര്. അല്ലടാ, അതിന് ഞാൻ മാത്രം സൈൻ ചെയ്ത പോരല്ലോ. ഇവന് ആകപ്പാടെയുള്ള കിടപ്പാടോ അല്ലേ? അത് എഴുതി തരണമെന്ന് പറഞ്ഞാ. എടാ, 1-2 അല്ല, 20 ലക്ഷമാ. 2 വർഷമായിട്ട് പലിശയില്ല. അത് ഞാൻ മനഃപൂർവ്വം തരാത്തതല്ല. അറിയാം, തരണോന്ന് നീ വിചാരിച്ചാലും നടക്കത്തില്ല. 12 ലക്ഷത്തിലധികം രൂപ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഞാൻ തന്നില്ലേ? എടാ, നീ തന്നു, അത് പലിശ. എന്റെ മുതലെവിടെ? വീടിന്റെയും പറമ്പിന്റെയും ആധാരം എന്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, ബ്ലാങ്ക് ചെക്കിലും മുദ്രപത്രത്തിലും ഒപ്പിട്ട് തന്നിട്ടാ നീ നിൽക്കുന്നത്. ഇത്രയും ഡോക്യുമെന്റ്സ് കയ്യിലുള്ള സ്ഥിതിക്ക് കുറച്ച് അവധിയും കൂടെ കൊടുത്തൂടെ? എന്റെ മുഖത്ത് നോക്കി ന്യായം പറയുന്നോടാ. എടാ, കിട്ടാനുള്ള പണം ഉണ്ടാക്കിയ തന്തയാണെങ്കിലും കുത്തിന് പിടിച്ച് മേടിക്കുന്നവനാ ഈ ആന്റണി ഐസക്. സുധീ, നിനക്കെന്നെ അറിയാവല്ലോ. ഇണങ്ങിയ ഞാൻ പൂച്ചക്കുട്ടിയാ, പിണങ്ങിയ ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്, ഞാൻ ആ വെണ്ടർ ബാലകൃഷ്ണപിള്ളയോട് ഒരു വിലയാധാരം തയ്യാറാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ കൃത്യം 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ സകുടുംബം എത്തിച്ചേർന്ന് അതൊന്ന് സൈൻ ചെയ്ത് തന്നേര്. എനിക്ക് ഇച്ചിരി സമയം കൂടി താ. ഞാനത് ആർക്കെങ്കിലും വിറ്റിട്ട് നിങ്ങളുടെ കടം വീട്ടാം. എന്റെ പൊന്നു സുധി, നീ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണല്ലേ. നീ കടം വീട്ടിയ നിനക്ക് മനസ്സമാധാനം, എനിക്കാണെങ്കിൽ കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയതിന്റെ സമാധാനം. അപ്പൊ ശരി, നാളെ രാവിലെ കൃത്യം 11 മണി. അടാ, പാവങ്ങളല്ലേ സഹായിക്കാന്ന് വെച്ചാൽ നമ്മക്കിട്ട് തരിക. നീ വിഷമിക്കണ്ട. ഈ ആന്റണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? യെസ്, മുഹമ്മദ് കുട്ടി സ്ലീപ്പിംഗ് അല്ല സ്പീക്കിംഗ്. ലിവറ്, ഹാർട്ട്, ചെറുകുടൽ, വൻകുടൽ എല്ലാം മിതമായ വിലയ്ക്ക് കിട്ടുന്ന സ്ഥാപനമാണ് സേവകൻ അസോസിയേറ്റ്.
നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? എന്തുവാ? പ്ലീഹയോ? അതെന്തുവാ? ഇടോ, അതൊക്കെ ഈ സാധാരണ മനുഷ്യർക്കുള്ള സാധനമാണോ? എന്തോ പോടി ഓടിത്. പ്ലീഹ പോലും പ്ലീഹ. നമസ്കാരം സാർ. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? ഓ, ഹലോ ഹാർട്ടോ. അതെ, നിങ്ങളെ നാളെ വൈകിട്ട് വിളിക്കേ. ആ ശരി. എന്താ നിങ്ങളുടെ പ്രശ്നം? അതായത് ഹലോ, ഭയങ്കര ബിസിയുള്ള ആളാണ്. ലിവറോ ആടിൻ്റെയോ? എടോ, ഇത് ഇറച്ചിക്കടയല്ല, മനുഷ്യന്മാരുടേതേ എടുക്കത്തുള്ളൂ. ശ്ശോ. ഇനി കാര്യം പറ, കൊടുക്കാനാന്നോ എടുക്കാനാന്നോ? കൊടുക്കാനാ. ഏത് പാർട്സാ? അത് ഈ കിഡ്നി ആണെങ്കിലോ? അത് കൊള്ളാം. പിന്നെ പ്രായം, ബ്ലഡ് ഗ്രൂപ്പ് ഇതിനെ ആശ്രയിച്ചായിരിക്കും വില. നിങ്ങളെ എത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്? കുറച്ച് കൂട്ടി പറഞ്ഞു. ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ. അത്രയൊന്നും കിട്ടത്തില്ല. മാർക്കറ്റ് വില 5 ലക്ഷം രൂപയാണ്. അതിന്ന് 20% എന്റെ കമ്മീഷനാണ്. 20%? ഇതൊക്കെ വലിയ വലിയ ഡോക്ടേഴ്സുമായിട്ടുള്ളൊരു ടൈപ്പാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട. 2 കിഡ്നി തന്നാലോ? 10 ലക്ഷം രൂപ. സമ്മതിച്ചു. അത് വേണ്ടടാ. പിന്നെ കാര്യം നടക്കണ്ടേ? അതല്ലടാ, എന്റെ കാര്യത്തിന് നിന്റെ ഒരു കിഡ്നിയും കൂടെ എടുക്കാന്ന് വെച്ചാ. എന്റെ കിഡ്നിയോ? നിന്റെ 2 കിഡ്നി കൂടെ കൊടുക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞത്? ഒരാളുടെ 2 കിഡ്നി എടുത്ത് കൊടുത്താൽ ആള് തട്ടിപ്പോവും. ആണോ? അതെ, ഒരു കിഡ്നി തരം വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ഒരു 20 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരണം. എല്ലാ ബോഡി പാർട്സും ഞങ്ങൾ എടുക്കും. ഒരു കാര്യം ചെയ്യും, ഈ 2 എണ്ണം ഉള്ളതിന്ന് നമുക്ക് ഓരോന്നും എടുക്കാം. ചിലപ്പോ 20 ലക്ഷം തികയുമായിരിക്കും. ഒന്നൊന്നേ, എല്ലാത്തിനും ഓരോന്ന് കൊടുത്ത പ്രശ്നമാവോ? അതെ, പ്രശ്നമാവും. അപ്പോ വേറൊരു നിവൃത്തി ഇല്ലല്ലേ? പിന്നെ ഇതിലും കൂടുതൽ വലുതൊന്നും എടുക്കാൻ ആള് വരുമ്പോ ഞങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ നമ്പർ ഓഫീസിൽ കൊടുത്തിട്ട് പോക്കോളൂ. ശരി. ശരി. പോവാം. 20 ലക്ഷത്തിന് കൊണ്ട് വച്ചിരിക്കല്. ഇവനക്ക് വേറെ പണി. അയ്യോ, എന്റെ കിട്ടിപ്പോയി. മതമിളകിയ ആന പാപ്പാനെ കുത്തിക്കൊന്നു. മതമിളകിയ ആന പിന്നെ ഭാഗവതം വായിക്കൂ. വീട് പണിയാൻ വന്ന മേസ്ത്രിയോടൊപ്പം വീട്ടമ്മ ഒളിച്ചോടിപ്പോയി. കുറ്റം പറഞ്ഞിട്ട് കഥയില്ല, പണിയറിയാവുന്നവന്റെ കൂടെ പോയി. അളിയനെന്ന് പാർട്ടിയുടെ ഉപരോധമൊന്നും ഇല്ലേ? ഇല്ല, ഇന്നലത്തെ ഉപരോധം കുറച്ച് കടുത്തു പോയി. അപ്പൊ ഇന്നലെയും തല്ലുണ്ടായി. പിന്നെ ഈ കൂട്ടത്തിലുള്ള ആളുകളാണോ അളിയ തല്ലുണ്ടാക്കുന്നത്? ഓടിച്ചിട്ട് തല്ലുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഓഹോ, എന്നാലും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ആളെ തിരിച്ചറിയായിരുന്നു. അയ്യേട്ടാ, തിരിഞ്ഞു നോക്കി ഒരുത്തനെ ഐസിയുല തിരിഞ്ഞു നോക്കണോ? അത്ര സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന സമരങ്ങളോടുള്ള വെറുപ്പ് ഇപ്പൊ കൂടി വരിക. സ്ത്രീകൾ വരെ പ്രതികരിച്ചു തുടങ്ങി. പാർട്ടിക്ക് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ വഴികൾ തേടണം. അപ്പൊ അതൊക്കെ അറിയാം, പക്ഷേ പാർട്ടിയുടെ നേതാക്കന്മാർ കൂടി അത് ബോധ്യപ്പെടണം. അല്ല, ഇന്നെന്താ പരിപാടി? വിമലയൻകുട്ടി ഡോക്ടറെന്ന് കാണണം, ഒരു റൂട്ടീൻ ചെക്കപ്പ്. ഞാനും കൂടെ വരാളിയാ. വേണ്ട, മാളുണ്ടല്ലോ അവിടെ. നീ ടാബ്ലറ്റ്സ് ഒക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ടോ? എനിക്ക് മടുത്തു ഏട്ടാ. എനിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കാൻ പോകുന്നത്? ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അതെ, ഡോക്ടർ മഹേഷ് അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. വന്ധ്യതാ ചികിത്സയിൽ നമ്മുടെ നാട്ടിലെ നമ്പർ 1 ഡോക്ടറാ. നീ സന്തോഷത്തോടെ പോയിട്ട് വാ. ശരി. മുജ്ജന്മ ശാപമാവും എന്റെ മോൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വരാൻ. എന്താ അമ്മ ഇത്? ഒന്ന് പുറത്തു പോകാൻ പോലും മടിയാ അവൾക്ക്. ആൾക്കാർ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നത് കേട്ടിട്ട്. എന്നാ പിന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പറയ്, അളിനും താല്പര്യം ഉണ്ടാവും. സ്വന്തം വയറ്റി പിറക്കാത്ത കുഞ്ഞിന് അമ്മയോട് സ്നേഹം ഉണ്ടാവില്ലെന്ന അവളുടെ വാദം. അമ്മ സമാധാനപ്പെടും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടില്ല.